ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, ഇപ്പം മാർക്കറ്റിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ. ഇത് നമുക്ക് വാട്ടറായിട്ട് മാത്രമല്ല, സെറമായിട്ടും ഓയിലായിട്ടും പല എസെൻഷ്യൽ ടൈപ്സിൽ നമുക്കിത് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പം ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നത്. അതുപോലെ തന്നെ ഗൈസ്, ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് റോസ്മേരി വാട്ടർ ആർക്കും അങ്ങോട്ട് ഫലപ്രദമാവുന്നില്ല. മാക്സിമം ഒരു 100%, 50% ആൾക്കാർ പറയും വളരെ നല്ലതാണ്, ഹെയർ ഫാളൊക്കെ നല്ല കുറഞ്ഞു, നല്ല രീതിയിൽ ഹെയർ വളരുന്നുണ്ട്, താരനൊക്കെ മാറുന്നുണ്ട്, നല്ല സ്മോൾ ഹെയർസൊക്കെ ഒരുപാട് വരുന്നുണ്ടെന്ന് ഒരു 50% ആൾക്കാർ പറയും. അതേപോലെ തന്നെ 50% ആൾക്കാർ പറയുന്നുണ്ട് മുടി അവർക്ക് കിളിക്കുന്നില്ല, അതേപോലെ നേരത്തേക്കായി ഇപ്പോൾ ഡബിളായിട്ട് ഹെയർ ഫാൾ വരുന്നുണ്ടെന്നും. അതുമൂലമായിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതിൻ്റെ റേറ്റ് നമുക്കിത് ആദ്യം ഒന്ന് പരിചയം. പിന്നെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് 200 ml ഒരു ബോട്ടിലാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 350 ആണ്. ഇത് 100 ml ബോട്ടിലും കിട്ടും. ഇത് ഞാൻ വാങ്ങിയത് പർപ്പിളിനകത്തുനിന്നാണ്. പർപ്പിളിനകത്തുനിന്ന് വേറെ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പിനകത്തൊക്കെ ഒരുപാട് അവൈലബിളാണ്. ഈ ഒരു റേറ്റിന് മാത്രമല്ല, ഇതിൽ കുറഞ്ഞ റേറ്റിനും പല റേറ്റിനും നമുക്കിത് ഓരോ ടൈം ആകുമ്പോൾ റേറ്റിന്. പിന്നെ ഇതിനെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഹെയർ നനയ്ക്കുന്നതിന് മുൻപും ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം. രണ്ട് യൂസിനും വളരെ നല്ലതാണ്. അതുമാത്രമല്ല, നമ്മളെ ഹെയറിനകത്ത് സ്മൂത്തനിങ്, സ്ട്രെയിറ്റിങ്, നാനോപ്ലാസ്റ്റി അങ്ങനെ പല ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ആണെങ്കിൽ പോലും നമുക്ക് ആൽപ്സ് ഗുഡ്നെസ് റോസ്മേരി വാട്ടർ ഹെയറിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇത് സാധാരണ നമ്മളൊരു ഓയിലാണെങ്കിൽ, സെറമാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്കാൽപ്പിൽ മാത്രമാണ് ഗുണമാവുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. നമ്മളിത് ഹെയറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയം നമ്മുടെ ഹെയറിനകത്ത്, നമ്മുടെ സ്കാൽപ്പിൽ, നമ്മുടെ ഹെയറിനും വളരെ ഗുണമാണ്. അത് ഈ വാട്ടർ തന്നെ വേണമെന്നില്ല. ആൽപ്സിൻ്റെ തന്നെ പല രീതിയിലുള്ളതുണ്ട്. ആൽപ്സിൻ്റെ ഇപ്പം സെറം ആയിക്കോട്ട്, ഓയിൽ ആയിക്കോട്ട്, അതേപോലെ പല എസെൻഷ്യൽ ടൈപ്പ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ വളരെ അധികം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 or 6 months ആവാറായിട്ടുണ്ട്, ആ ഒരു ആവറേജ് ടൈം. ഇത് എൻ്റെ സെക്കൻഡ് ബോർഡിലാണ്. ഫസ്റ്റ് ബോർഡ് കംപ്ലീറ്റ് തീർന്ന്. ഇത് ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ് ഹെയറിലാണ്. പുള്ളിക്കാരൻ നല്ല ഫാളുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇത് ട്രൈ ചെയ്യാൻ നോക്കിയത്. അപ്പം നല്ല മാറ്റം വന്ന്. പിന്നെ അതേപോലെ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരുടെ ഹെയർ ഇത് യൂസ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ കൊഴിയുന്നുണ്ട് എന്ന്. അതാണ് ഞാൻ ഈ മെയിനായിട്ട് ഈ ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണമായത്. ഒരു സ്കിൻ കെയർ തുടങ്ങുന്നതിന് മുൻപാണെങ്കിലും, നമ്മളൊരു ഹെയർ കെയറിന് മുൻപാണെങ്കിലും, ഒരു പ്രോഡക്റ്റ് ആദ്യം കാണുമ്പം അത് 1-2 ദിവസത്തേക്ക് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. അതിന് സ്കിന്നിലാണെങ്കിലും ശരി, അത് ഹെയറിലാണെങ്കിലും ശരി, അത് മസ്റ്റ് ട്രൈ. ഒരു 7 days ചലഞ്ച് എടുത്ത് ട്രൈ ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല, നമുക്കിപ്പോൾ സ്കിന്നിലൊരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് അതങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് പഴയതിനേക്കാൾ ഇരട്ടിയായിട്ട് എന്ത് പറ്റും, നമ്മുടെ മുഖം കറുക്കാനും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഒരുപാട് വരാനും ഭയങ്കരമായിട്ട് കാരണമാകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹെയറിലാണെങ്കിലും. ഇപ്പം നമ്മളിത് ഇപ്പം നമ്മളൊരു 7 days യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും അത് പെട്ടെന്ന് സ്റ്റോപ്പ് ആക്കാനോ, അത് പയ്യേനെ തുടരെ അത് ഉപയോഗിച്ച് കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ആക്കാൻ ശ്രമിക്കണം. പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ നല്ല രീതിയിൽ കൊടിയാൻ നല്ല ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കയറി സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഇത് ഒരു 7 days യൂസ് ചെയ്തതിന് ശേഷം, അത് ബിഫോർ ഹെയർ വാഷിനാണെങ്കിലും ശേഷം, ആഫ്റ്റർ ഹെയർ വാഷ് ചെയ്തതിന് ശേഷമാണെങ്കിലും ശരി, ഇത് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നിരാടമായിട്ട് യൂസ് ചെയ്യുക. പിന്നെ അത് പയ്യേനെ വേണം നമ്മൾ നിർത്താൻ. പെട്ടെന്ന് കയറി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിനകത്ത് അത് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കാനും നമ്മുടെ ഹെയർ പഴയതിനേക്കാൾ ഡബിളായിട്ട് നമ്മുടെ ഹെയർ കൊഴിയാൻ നല്ല ചാൻസ് ഉണ്ട്. ഞാൻ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് വന്ന കുറച്ച് മാറ്റങ്ങൾ പറയാമെന്ന് കരുതി. എനിക്ക് നല്ല രീതിയിൽ ഹെയർ നല്ല രീതിയിൽ വളരുന്നുണ്ട്, അതേപോലെ താരൻ ഇതെല്ലാം നല്ല രീതിയിൽ മാറുന്നുണ്ട്, നല്ല ബേബി ഹെയർസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ ഉപയോഗിച്ച ശേഷം വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. പിന്നെ നമ്മൾ ഒരു സാധനം നമ്മൾ പെട്ടെന്ന് ഒരു സ്റ്റോപ്പ് ആക്കല്ലേ, അത് ഒരു 1 week ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം പയ്യേനെ സ്റ്റോപ്പ് ആക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഹെയർ നല്ല രീതിയിൽ കൊഴിയുന്നത്. ഹെയർ ഗ്രോത്തിന് കാര്യത്തിൽ വളരെയധികം ട്രെൻഡിങ് ആയിട്ടും വളരെയധികം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്, ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ.
അപ്പം ഞാൻ പറഞ്ഞ രീതി നിങ്ങൾ മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബൈ.